ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ് പാക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെയ്യട്ടോ. ഞാൻ അധികം വർത്താനൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പം ഈ ഒരു സ്കിൻ വൈറ്റനിങ് പാക്ക് എന്ന് പറയുന്നത് അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. ഓക്കെ, ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു അല്ല, ഇത് വൈറൽ ആയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് പാക്ക് ആണെന്ന് പറയാം. ഓക്കെ, എനിക്ക് ട്രൈ ചെയ്തിട്ട് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. എങ്കിലേ ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് എടുക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. എന്നാൽ നമുക്ക് സമയം കളയണ്ട, പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരു സ്കിൻ വൈറ്റനിങ് പാക്ക് നിങ്ങൾക്ക് ദേഹത്ത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ദേഹത്തും നമുക്ക് ഇട്ട് കൊടുക്കാം, കയ്യിലിട്ട് കൊടുക്കാം, കാലിലിട്ട് കൊടുക്കാം, ഫേസിലിട്ട് കൊടുക്കാം. ഓക്കെ, എവിടെ വേണേലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് പാക്കാണിത്. മാത്രമല്ല കേട്ടോ, ഈ ഒരു പാക്ക് നിങ്ങൾക്ക് കുട്ടികൾക്കും പ്രായമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഗേൾസിനും ബോയ്സിനും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്കിൻ വൈറ്റനിങ് പാക്കാണ്. ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെ എത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് തെളിവ് സഹിതം കാണാം. നമ്മുടെ പാക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഇൻസ്റ്റന്റ് ബ്രൂവിൻ്റെ പാക്കാണ് കേട്ടോ. ഓക്കെ, കാപ്പിപ്പൊടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് മുഴുവനൊന്നും വേണ്ട, നമുക്ക് ഒരു സ്പൂൺ മതി. പിന്നെ കേടാണ് കേട്ടോ. കേട് ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നില്ല, ഒരു സ്പൂൺ കേട് മതി നമുക്ക്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റേത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ലെമൺ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ലെമൺ പറ്റുന്നവരാണെങ്കിൽ ഒരു സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് എടുത്ത് കാണിക്കാം. ഒരു സ്പൂൺ കോഫി പൗഡർ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു സ്പൂൺ തന്നെ ഉണ്ടാവും തോന്നുന്നു കേട്ടോ. ഓക്കെ, ഒരു സ്പൂൺ ഉണ്ടാവും തോന്നുന്നു കേട്ടോ. യെസ്, മൊത്തം നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഞാനിത് മൊത്തം ഞാനിതിലേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളിത് ഒരു സ്പൂണ് കോഫി പൗഡർ ആ ഒരു പാക്കറ്റിൽ, അതായത് ഈ ഒരു പാക്കറ്റിൽ ഒരു സ്പൂൺ തന്നെ ഉള്ളൂന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാനത് മുഴുവൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ കോഫി പൗഡർ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാര, കേർഡ്. ഓക്കെ, അപ്പം ഞാനിതിൽ ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലുള്ള സ്പൂൺ വെച്ചിട്ട് കുറച്ച് പഞ്ചസാരയാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് വലിയ സ്പൂണാണ്, അപ്പം ഞാൻ ഇത്രയാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ കേർഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് മിക്സ് ചെയ്യാനായിട്ടുള്ള കേർഡ് ആവശ്യമാണ് കേട്ടോ. അപ്പം ഒരു സ്പൂൺ കൊണ്ട് ഇത് മിക്സ് ആവുമെന്ന് അറിയില്ല, അപ്പം ഞാനൊരു ഒരു സ്പൂണും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടില്ലേ? എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചെറുനാരങ്ങാ നീര് വേണ്ടവർക്ക്, പറ്റുന്നവർക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ലെമൺ ജ്യൂസ് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റത്തില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു പാക്ക് ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ല കേട്ടോ കിട്ടുക, ഭയങ്കര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാക്ക് ബോഡിയിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ കയ്യിലാണ് യൂസ് ചെയ്ത് കാണിക്കുന്നത്. പൊതുവേ ഞാൻ ഫേസ് പാക്കൊക്കെ നമ്മുടെ ഫേസിലാണ് ഞാൻ യൂസ് ചെയ്ത് കാണിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു പാക്ക് കയ്യിലാണ് യൂസ് ചെയ്ത് കാണിക്കുന്നത്. ഒരു കയ്യിൽ ഞാൻ യൂസ് ചെയ്തിട്ട് കാണിക്കാം, എത്രത്തോളം റിസൾട്ട് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, നല്ല തിക്കായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. ഓക്കെ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ അവർ നാരങ്ങ നീര് യൂസ് ചെയ്യണ്ട. ഓക്കെ, കൈ ഞാൻ മൊത്തം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മൊത്തം യൂസ് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കയ്യിൽ മൊത്തം യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കയ്യിൽ മൊത്തം ഞാനിത് യൂസ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
തിക്ക് ലെയറിൽ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, പിന്നെ ഇടുമ്പോൾ നല്ലൊരു മസാജ് കൊടുക്കണം. എവിടെ ആണെങ്കിലും നമ്മൾ സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിതേ പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്ക് ലെയർ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ മുട്ട് വരെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഇതൊരു 15-20 മിനിറ്റ് വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഞാനിത് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തതിൻ്റെ റിസൾട്ട് എന്നുള്ളത് കാണാം. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഏത് പാക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. ഓക്കെ, അധികം ഡ്രൈ ആവാനായിട്ട് ഇരിക്കരുത്. ഓക്കെ, അപ്പം ഞാനിത് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു കളറിൽ നിന്ന് ഇതിന്ന് കുറച്ച് വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് നല്ല ടാൻ അടിച്ചിട്ടുണ്ട്. ഇത് നല്ല ഒരു ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി ഒരു ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ ഇതിൻ്റെ കളർ കണ്ടോ, ടാൻ അടിച്ചിട്ട്. ഓക്കെ ഓക്കെ, കണ്ടില്ലേ രണ്ട് കളറും. ഓക്കെ, ഇത് നന്നായിട്ട് ടാൻ അടിച്ചിട്ട് ആകെ ഇതായി പോയിട്ടുണ്ട്. ഈ ഒരു കളറ് ഒരു പിടിക്ക് ബ്രൈറ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പം ഞാനിതേ റിസൾട്ട് കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് രണ്ട് കൈയുടെയും വ്യത്യാസം മനസ്സിലായി കാണും. ഓക്കെ, ഇത് നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൈ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഡിഫറൻസ്, കണ്ടില്ലേ. ഓക്കെ, അപ്പം ഞാനിത് തുടച്ചു വന്നതാണ് കേട്ടോ, കൈ ഒന്ന് തുടച്ചു വന്നതാണ്. ഓക്കെ, കണ്ടില്ലേ. ഓക്കെ, അടിപൊളി റിസൾട്ട് ആണ്. എവിടെ വേണമെങ്കിലും ഇടാൻ പറ്റും. ഓക്കെ, അതായത് കയ്യിലും കാലിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യത്തില്ലേ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ. ഓക്കെ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാക്കാണിത്. അടിപൊളിയാണ് റിസൾട്ട്. ഓക്കെ, നമുക്കിത് ആഴ്ചയിൽ 2-3 തവണയൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഓക്കെ, ഡിഫറൻസ് കണ്ടില്ലേ. ഈ കൈയിൻ്റെത് നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്. ഒരു ഡള്ളായി കിടക്കുന്ന അല്ലേ, ഈ കൈ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ വെറുതെ കള്ളത്തിനൊന്നും പറയല്ല കേട്ടോ, ഞാൻ ചെയ്ത് നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തന്നതാണ്. ഓക്കെ, ഇതിന്റെ റിസൾട്ട് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, മാത്രല്ല ഈ ഒരു പാക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവും കേട്ടോ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ വാസലിൻ്റെ ബോഡി ലോഷൻ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു പാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. മാത്രമല്ല ഈ ഒരു പാക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യുക. പിന്നെ പൊതുവേ നമ്മൾ ഫേസ് പാക്കുകളൊക്കെ സ്കിൻ വൈറ്റനിങ് പാക്ക് ആണെന്നുണ്ടെങ്കിലും ഗ്ലോയിങ് പാക്ക് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഫേസിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഈ ഒരു പാക്ക് നമുക്ക് ബോഡിയിൽ, അതായത് നമ്മുടെ കയ്യിലൊന്ന് യൂസ് ചെയ്ത് കാണിക്കാം എന്നുള്ളത്. ഓക്കെ, പിന്നെ ഒത്തിരി ഫേസ് പാക്കുകളായിട്ടും സ്കിൻ വൈറ്റനിങ് പാക്കുകളായിട്ടും ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ആരും തന്നെ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടും കാര്യമൊന്നുമായിട്ട് കമന്റ് ചെയ്തത് കണ്ടില്ല. ഓക്കെ, അപ്പൊ അതുപോലെ ആവരുത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിന്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു പാക്ക് കുട്ടികൾക്കും വലിയ ആളുകൾക്കും പ്രായമുള്ളവർക്കും ഒക്കെ ഒരുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പാക്കാണ്. ഞാനത് മുന്നേ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.